ഹലോ എവരിവൺ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9th ക്ലാസ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ ആണ് അല്ലേ. അതിനകത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അതിനകത്തിൽ വരുന്നത് 6 കിങ്ഡംസ് ആണ്. അപ്പൊ അതിനകത്തിലെ നമ്മൾ ഉള്ള കിങ്ഡം എന്ന് പറയുന്നത് ഏതാണ്? ആനിമൽ കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം അനിമേലിയ ആണ് അല്ലെ. അപ്പൊ കിങ്ഡം അനിമേലിയ കുറെ ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതിനകത്തില് നമ്മൾ വരുന്നത് ഏത് ഫൈലത്തിലാണ്? ഫൈലം കോർഡേറ്റയിലാണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫൈലം കോർഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഫൈലം കോർഡേറ്റ നമുക്കറിയാം, ജീവികളെ മൊത്തം കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വരുന്ന കിങ്ഡം അനിമേലിയ, ദെൻ നമ്മൾ വരുന്ന ഫൈലം എന്ന് പറയുന്ന ഫൈലം കോർഡേറ്റ. കാരണം എന്താണ്? നമുക്ക് എല്ലാവർക്കും നോട്ടോകോഡ് ഉള്ളവരാണ് അല്ലെ. അപ്പൊ നോട്ടോകോഡ് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോഡ് ഉള്ള ജീവികൾ വരുന്ന ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത് ഫൈലം കോർഡേറ്റ. അപ്പൊ ഈ ഫൈലം കോർഡേറ്റയെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് ഫൈലം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ക്ലാസ് ആണ് വരേണ്ടുന്നത്. പക്ഷെ ഫൈലം കഴിഞ്ഞിട്ട് വീണ്ടും ഡിവിഷനും സൂപ്പർ ക്ലാസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഫൈലം കോർഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഫൈലം കോർഡേറ്റയെ വീണ്ടും സബ് ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സബ് ഫൈലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മൂന്നായിട്ടാണ്: യൂറോ കോർഡേറ്റ, സെഫാലോ കോർഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. അപ്പൊ യൂറോ കോർഡേറ്റയും സെഫാലോ കോർഡേറ്റ ആ ജീവികളൊക്കെ എന്ന് പറയുമ്പോൾ അവരില് നോട്ടോകോഡ് ആണ് ഉള്ളത്. ഇനി നമ്മൾ ഉൾപ്പെടുന്ന ജീവികൾ എന്ന് പറയുന്നത് ഏതാണ്? വെർട്ടിബ്രേറ്റയാണ്. കാരണം നമുക്ക് എന്തുകൊണ്ട് നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് പകരം ഒരു വെർട്ടിബ്രൽ കോഡ്, അതായത് ഒരു നല്ല ഒരു നട്ടലുള്ള ജീവികളാണ് നമ്മൾ എല്ലാവരും അല്ലെ. അതുകൊണ്ട് നമ്മൾ വരുന്നത് ഏത് സബ് ഫൈലത്തിലാണ്? നമ്മൾ വരുന്ന സബ് ഫൈലമാണ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് നമ്മളെല്ലാം വരുന്നത് കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ. ഇനി നമ്മൾ വരുന്ന സബ് ഫൈലം ഏതാണ്? സബ് ഫൈലം വെർട്ടിബ്രേറ്റ. എന്തുകൊണ്ടാണ് നമ്മളെ വെർട്ടിബ്രേറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് എന്തുകൊണ്ട് ഒരു വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലുണ്ട് അല്ലെ. അപ്പൊ വെർട്ടിബ്രൽ കോളം ഉള്ള ജീവികളാണ് ഏതിൽ വരുന്നത്? സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ വരുന്നത്. ഈ സബ് ഫൈലം വെർട്ടിബ്രേറ്റയെ വീണ്ടും 2 സൂപ്പർ ക്ലാസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ വരുന്ന ജീവികളെ അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട് അവരെ എത്ര സൂപ്പർ ക്ലാസസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു? 2 സൂപ്പർ ക്ലാസസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. സൂപ്പർ ക്ലാസ് സ്പീസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. അതായത് സൂപ്പർ ക്ലാസ് സ്പീസസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഫിഷസ് ആണ്, മത്സ്യങ്ങൾ. അതായത് ഈ ഫിൻസ് ഉള്ള ജീവികൾ, ചിറകുകളുള്ള ജീവികളാണ് ഏതിൽ വരുന്നത്? ഫിഷസിൽ വരുന്നത്, അതായത് ഫിഷസ് ആണ്. ദെൻ ടെട്രാപോഡ എന്ന് പറയുമ്പോൾ 4 ലിംസ് അല്ലെങ്കിൽ 4 കാലുകളുള്ള ജീവികളാണ് ഏതിൽ വരുന്നത്? ടെട്രാപോഡ. അപ്പം സബ് ഫൈലം വെർട്ടിബ്രേറ്റെ വീണ്ടും 2 സൂപ്പർ ക്ലാസസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫിൻസ് അല്ലെങ്കിൽ ചിറകുകൾ ഉള്ളവ വരുന്നത് പിസസ് അല്ലെങ്കിൽ ഫിഷസ്. ഇനി 4 ലിംസ് 4 കാലുകൾ ഉള്ളവർ വരുന്നത് ടെട്രാപോഡയിലാണ്. ഇനി ഈ സൂപ്പർ ക്ലാസ് പിസസിനെ വീണ്ടും 2 ക്ലാസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. അപ്പം പിസസ് അല്ലെങ്കിൽ ഫിഷസിന്റെ 2 ക്ലാസസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. ഇനി ടെട്രാപോഡയ്ക്ക് 4 ക്ലാസസ് ആണ് ഉള്ളത്. അതായത് 4 കാലുകളുള്ള ജീവികളുടെ ഗ്രൂപ്പിൽ വരുന്നത് 4 ക്ലാസസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ആംഫീബിയ, 2 റെപ്റ്റീലിയ, 3 ഏവ്സ്, 4 മമേലിയ. അപ്പൊ ടെട്രാപോഡയ്ക്ക് 4 ക്ലാസസ് ഉണ്ട്, പിസസിന് 2 ക്ലാസസും ഉണ്ട്. അപ്പൊ ഇതിനകത്തിലെ പിസസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കോൺട്രിക്ടൈസ്. കോൺട്രിക്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർട്ടിലേജിനസ് ഫിഷസ് ആണ് വരുന്നത്. കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുണാസ്ഥി, സോഫ്റ്റ് ബോൺസ് ആണ് ഇല്ലേ. അതായത് നമ്മുടെ നോസിലും ഇയറിലും ഒക്കെ കാണുന്ന ബോൺസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാർട്ടിലേജ്. അപ്പൊ ചില ഫിഷസിന്റെ ബോഡിയിൽ എങ്ങനെയുള്ള സ്കെൽറ്റൻ ആയിരിക്കും? കാർട്ടിലേജിനസ് സ്കെൽറ്റൻ ആയിരിക്കും. അതായത് സോഫ്റ്റ് ബോൺസ്, തരുണാസ്ഥി കൊണ്ടുള്ള അസ്ഥികൂടമായിരിക്കും ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഫിഷസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോൺട്രിക്ടൈസ് അല്ലെങ്കിൽ തരുണാസ്ഥി മത്സ്യം എന്ന് വിളിക്കും. അപ്പൊ അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് എങ്ങനെയുള്ള സ്കെൽറ്റൻ ആണ് ഉള്ളത്? കാർട്ടിലേജിനസ് സ്കെൽറ്റൻ ആണ്, തരുണാസ്ഥി കൊണ്ടുള്ള അസ്ഥികൂടമാണ് ഉള്ളത്. ദെൻ രണ്ടെന്ന് പറയുന്നത് ഓസ്റ്റിക്ടൈസ്. ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണി ഫിഷസ് ആണ്. അതായത് അവരുടെ സ്കെൽറ്റൻ അല്ലെങ്കിൽ അസ്ഥികൂടം നിർമ്മിച്ചിരിക്കുന്നത് ബോൺസ് കൊണ്ടാണ്. അസ്ഥി മത്സ്യം എന്ന് പറയും. അപ്പം സൂപ്പർ ക്ലാസ് ഫിഷസിന്റെ 2 ക്ലാസസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. അപ്പം കോൺട്രിക്ടൈസിന്റെ പ്രത്യേകത കാർട്ടിലേജിനസ് ഫിഷസ് അല്ലെങ്കിൽ തരുണാസ്ഥി മത്സ്യങ്ങളാണ്. ഓസ്റ്റിക്ടൈസ് എന്ന് പറയുമ്പോൾ അവര് ബോണി ഫിഷസ് അല്ലെങ്കിൽ അസ്ഥി മത്സ്യങ്ങളാണ്. അതായത് കോൺട്രിക്ടൈസിന്റെ അസ്ഥികൂട സ്കെൽറ്റൻ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി കൊണ്ടാണ്. ഓസ്റ്റിക്ടൈസിന്റെ സ്കെൽറ്റൻ നിർമ്മിച്ചിരിക്കുന്നത് ബോൺസ് അല്ലെങ്കിൽ അസ്ഥികൾ കൊണ്ടാണ്.
അപ്പൊ ഇവരുടെ പ്രത്യേകത, അതായത് ഫിഷസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് ഫിൻസ് അല്ലെങ്കിൽ ചിറകുകളുണ്ട് അല്ലെ. അവരെന്ന് പറയുന്നത് അക്വാറ്റിക് ആണ്. അതായത് ഇവരെല്ലാം എവിടെയാണ് കാണുന്നത്? ജലത്തിൽ കാണപ്പെടുന്നവയാണ്. അതെന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ ശുദ്ധജലമാകാം, അല്ലെങ്കിൽ മറൈൻ, അതായത് സമുദ്രജലത്തിലാകാം, ഉപ്പുവെള്ളത്തിലാകാം. അതായത് ഇവരുടെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ വാസസ്ഥലം എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഒന്നുകിൽ ഫ്രഷ് വാട്ടർ ആകാം, അല്ലെങ്കിൽ മറൈൻ വാട്ടർ ആകാം. ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവരുടെ ബോഡിയിൽ സ്കെയിൽസ് ഉണ്ട്. സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൽക്കങ്ങൾ അല്ലെങ്കിൽ ചെതുമ്പലുകൾ എന്ന് പറയും അല്ലെ. അപ്പൊ ബോഡി മൊത്തം എന്ത് കവർ ചെയ്തിരിക്കുന്നു? സ്കെയിൽസ് അല്ലെങ്കിൽ ശൽക്കങ്ങളുണ്ട്. ഇവർക്ക് ഹാർട്ട് ഉണ്ട്. ഹാർട്ട് എന്ന് പറയുമ്പോൾ 2 ചേമ്പേർഡ് ഹാർട്ട് ആണ്. അതായത് ഹൃദയത്തിന് 2 അറകളാണുള്ളത്. മുകളിലുള്ള അറ ഓറിക്കിൾ അല്ലെങ്കിൽ ഏട്രിയം എന്ന് പറയും. ഇനി താഴെയുള്ള ഒരു അറ വെൻട്രിക്കിൾ ആണ്. അപ്പൊ ഇവർക്ക് എത്ര ചേമ്പേഴ്സ് മാത്രമേ ഉള്ളൂ? ഹാർട്ടിന് 2 ചേമ്പേഴ്സേ ഉള്ളൂ. അതായത് 2 ചേമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്. ഇവരുടെ ലോക്കോമോട്ടറി ഓർഗൻ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന അവയവം എന്ന് പറയുന്നത് അവരുടെ ഫിൻസ് ആണ്. ചിറകുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? വെള്ളത്തിൽ കൂടി നീന്തുന്നത്. അതുപോലെ തന്നെ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസ് ആണ്. ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. അപ്പം സൂപ്പർ ക്ലാസ് ഫിഷസിന്റെ ക്ലാസസ് എന്ന് പറയുന്നത് കോൺട്രക്ടൈസും ഓസ്റ്റിക്ടൈസും ആണ്. ഇവർ അക്വാറ്റിക് ആണ്, ജലജീവികളാണ്. പിന്നെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത് ഫിൻസ്, ചിറകുകളാണ്. ഹാർട്ട് എന്ന് പറയുന്നത് 2 ചേമ്പേർഡ് ആണ്. ബോഡി കവർ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട്? സ്കെയിൽസ് അല്ലെങ്കിൽ ചെതുമ്പലുകളുണ്ട്. പിന്നെ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ അല്ലെങ്കിൽ ശ്വസനാവയവം എന്ന് പറയുന്നത് ഗിൽസ് ആണ്. ഇതിനകത്തിലെ കോൺട്രക്ടൈസ് എന്നതിന് എക്സാമ്പിൾ ആണ് ഷാർക്ക്. സ്രാവ് ഏതിന് എക്സാമ്പിൾ ആണ്? കോൺട്രക്ടൈസ് അല്ലെങ്കിൽ തരുണാസ്തി മത്സ്യത്തിന് എക്സാമ്പിൾ ആണ്. ഓസ്റ്റിക്ടൈസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സാർഡൈൻ, മത്തി, മാക്കറൽ, അയല, പേൾ സ്പോട്ട്, കരിമീൻ, രോഹു, കാട്ല തുടങ്ങിയവയെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ഓസ്റ്റിക്ടൈസ്. അതായത് ബോണി ഫിഷസിന് എക്സാമ്പിൾ ആണ് സാർഡൈൻ, മാക്കറൽ, പേൾ സ്പോട്ട്, രോഹു തുടങ്ങിയവ. ഇനി അടുത്തതെന്ന് പറയുന്നത് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയാണ്. ടെട്രാപോഡ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് 4 കാലുകളുള്ള ജീവികളാണ് അല്ലെ, 4 ലിംസ് ആണ്. അപ്പൊ ഇതിന്റെ ക്ലാസസ് എന്ന് പറയുന്നത് ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മമേലിയ. അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ആംഫീബിയ. ആംഫീബിയ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ആംഫീബിയൻസ്, ഉഭയജീവികളാണ്. അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വാട്ടറിലും ലാൻഡിലുമായിട്ടാണ്. അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ആരെന്ന് പറയുന്നത്? ആംഫീബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയും അല്ലെ. അപ്പൊ ആ ആംഫീബിയൻസ്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ വരുന്ന ക്ലാസ് ആണ് ഏതെന്ന് പറയുന്നത്? ക്ലാസ് ആംഫീബിയ. അപ്പൊ ഇവരുടെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ജീവിതചക്രം പൂർത്തിയാക്കുന്നത് എവിടൊക്കെയായിട്ടാണ്? കരയിലും വെള്ളത്തിലുമായിട്ടാണ്. ഇനി ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡ് ഹാർട്ടാണ്. ഹൃദയത്തിന് 3 അറകളുണ്ട്. അതായത് മുകളിലുള്ള 2 അറകൾ ഓറിക്കിൾസ് അല്ലെങ്കിൽ ഏട്രിയ ആണ്. താഴെയുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് വെൻട്രിക്കിൾ ആണ്. അപ്പൊ ഇങ്ങനെ 3 ചേമ്പേർഡ് ഹാർട്ടാണ്. ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഗിൽസ് ഉണ്ട്, ലെങ്സ് ഉണ്ട്, സ്കിന്ന് തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട്. അതായത് സ്കിന്ന്, ത്വക്ക് ഉപയോഗിച്ചിട്ട് ശ്വസിക്കും. ലെങ്സ് ശ്വാസകോശം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗിൽസ്, ചെകിളപ്പൂക്കളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഡിഫറന്റ് റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് ആരിൽ കാണുന്നത്? ക്ലാസ് ആംഫീബിയയിൽ കാണുന്നത്. ഇവരുടെ സ്കിൻ എന്ന് പറയുന്നത് മോയിസ്റ്റ്, ഈർപ്പമുള്ളതാണ്. സ്ലൈമി, വഴുവഴുപ്പുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് ക്ലാസ് ആംഫീബിയൻസിന്റെ പ്രത്യേകത? ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് സൈക്കിൾ അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ലാൻഡിലും വാട്ടറിലുമായിട്ടാണ്. സ്കിൻ എന്ന് പറയുന്നത് മോയിസ്റ്റും സ്ലൈമി ആണ്. ഹാർട്ടിന് 3 ചേമ്പേഴ്സ് ആണുള്ളത്. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസ്, സ്കിന്ന്, ലെങ്സ് തുടങ്ങിയവയാണ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആംഫീബിയൻസിന് എക്സാമ്പിൾ ആണ് ഫ്രോഗ്, തവള. അതുപോലെ തന്നെ ട്രീ ഫ്രോഗ്, മരത്തവള, സലമാൻഡർ തുടങ്ങിയവയൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ക്ലാസ് ആംഫീബിയയ്ക്ക് എക്സാമ്പിൾ ആണ്. രണ്ടെന്ന് പറയുന്നത് ക്ലാസ് റെപ്റ്റീലിയ. റെപ്റ്റീലിയ എന്ന് പറയുമ്പോൾ റെപ്റ്റൈൽസ് ആണ് അതിൽ വരുന്നത്. അതായത് ഉരകങ്ങൾ, ഇഴഞ്ഞു നീങ്ങുന്ന ജീവികളെല്ലാം വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ക്ലാസ് റെപ്റ്റീലിയയിലാണ്. ഇവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആണ്, വരണ്ടിരിക്കുന്ന സ്കിന്നാണ്. അതുപോലെ തന്നെ സ്കെയിൽസ് അല്ലെങ്കിൽ ചെതുമ്പലുകൾ പ്രസന്റ് ആണ്. പിന്നെ ഇവരുടെ ഡിജിറ്റ്സിൽ, വിരലുകളിലൊക്കെ നെയിൽസ്, നഖങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ സ്നേക്ക് ഈ ഗ്രൂപ്പിലാണ്. പക്ഷെ സ്നേക്കിനൊന്നും നെയിൽസ് ഒന്നുമില്ല. അപ്പൊ സ്നേക്ക് ഇടഞ്ഞു നീങ്ങുന്ന ജീവിയാണ്. ഇവിടെ കാലുകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് നെയിൽസ് ഇല്ല. അതുപോലെ തന്നെ ഇവരുടെ ഹാർട്ടിന് 3 ചേമ്പേഴ്സ് ആണുള്ളത്. അതായത് ആംഫീബിയൻസിനെ പോലെ തന്നെ ഇവരും 3 ചേമ്പേർഡ് ഹാർട്ട് ഉള്ളവരാണ്. അതായത് അപ്പർ 2 ചേമ്പേഴ്സ് ആർ കോൾഡ് ഓറിക്കിൾസ് ഓർ ഏട്രിയ ആൻഡ് ലോവർ 1 ചേമ്പർ ഈസ് കോൾഡ് വെൻട്രിക്കിൾ. ഇനി ക്രോക്കഡൈൽ ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. ക്രോക്കഡൈലിന് എത്ര ചേമ്പേഴ്സ് ആണുള്ളത്? ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്, നമ്മളെ പോലെ തന്നെ. ഇവർക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് വാൾ ലിസാർഡ്, നമ്മുടെ പല്ലി, ഗാർഡൻ ലിസാർഡ് അല്ലെങ്കിൽ ഊന്ത്, അതുപോലെ തന്നെ സ്നേക്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അലിഗേറ്റർ, ചീങ്കണ്ണി, ക്രോക്കഡൈൽ, മുതല തുടങ്ങിയവയെല്ലാം ഏത് ഗ്രൂപ്പിലാണ്? ക്ലാസ് റെപ്റ്റീലിയയിലാണ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് റെപ്റ്റൈൽസിന്റെ പ്രത്യേകത? ഡ്രൈ സ്കിൻ ആണ്, സ്കെയിൽസ് പ്രസന്റ് ആണ്. ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡ് ആണ്. ക്രോക്കഡൈൽ 4 ചേമ്പേർഡ് ഹാർട്ട് ആണുള്ളത്.
അതുപോലെ തന്നെ ഇവർക്ക് നെയിൽസ് പ്രസന്റ് ആണ്. ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ലങ്സ് ആണ്. ശ്വസനാവയവം എന്ന് പറയുന്നത് ശ്വാസകോശമാണ്. റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ആരുടെ പ്രത്യേകത, ക്ലാസ് റെപ്റ്റീലിയയുടെ പ്രത്യേകത. അടുത്തതെന്ന് പറയുന്നത് ക്ലാസ് ഏവ്സ്. ഏവ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ബേർഡ്സ് ആണ്, പക്ഷികളെല്ലാം വരുന്ന ക്ലാസ് ആണ് ഏതെന്ന് പറയുന്നത് ഏവ്സ്. പക്ഷികൾക്ക് 2 കാലുകളാണുള്ളത്. ഇനി 2 മുൻകാലുകളാണ് അവരുടെ വിങ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്, ചിറകുകൾ. അപ്പൊ 2 കാലുകൾ, 2 മുൻകാലുകൾ എന്ന് പറയുന്നത് അവരുടെ 2 ചിറകുകളാണ്. പിന്നെ 2 പിൻകാലുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ഏത് ഗ്രൂപ്പിൽ വരുന്നത്, ടെട്രാപോഡയിൽ വരുന്നത്. ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഫെതേഴ്സ്, തൂവലുകളുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വിങ്സ്, ചിറകുകളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഡിജിറ്റ്സ് അല്ലെങ്കിൽ വിരലുകളിലൊക്കെ ക്ലോസ്, നഖങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ പ്രത്യേകത, ഇവരുടെ ഹാർട്ടിന്റെ ചേമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 4 ചേമ്പേർഡ് ഹാർട്ട് ആണ്. ഇവരുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് ആണ്. അപ്പം മൂന്നാമത്തെ ടെട്രാപോഡയിൽ വരുന്ന മൂന്നാമത്തെ ക്ലാസ് ആണ് ഏതെന്ന് പറയുന്നത് ഏവ്സ്. ഏവ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ബേർഡ്സ് ആണ്. ഇവരുടെ ബോഡി മൊത്തം കവർ ചെയ്തെന്തുകൊണ്ട്, ഫെതേഴ്സ്, തൂവലുകളുണ്ട്. ഇവർക്ക് ചിറകുകളുണ്ട്. അതായത് ഇവരുടെ 4 ലിംസ് അല്ലെങ്കിൽ മുൻകാലുകളാണ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്, ചിറകുകളായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 2 പിൻകാലുകളും ഉണ്ട്. ഏവ്സിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് പ്രത്യുൽപാദന രീതി എന്ന് പറയുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ആണുള്ളത്, 4 ചേമ്പേർഡ് ഹാർട്ട്. അതായത് 2 അപ്പർ ചേമ്പേഴ്സ് ആൻഡ് 2 ലോവർ ചേമ്പേഴ്സ്. ഇവരുടെ വിരലുകളിലൊക്കെ എന്തുകൊണ്ട്, ക്ലോസ് അല്ലെങ്കിൽ നഖങ്ങൾ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ആരുടെ പ്രത്യേകത, ക്ലാസ് ഏവ്സിന്റെ പ്രത്യേകത. ഇനി ഏവ്സിന്റെ എക്സാമ്പിൾ ആണ് ക്രോ, കാക്ക, പിജിയൺ, പ്രാവ്, അതുപോലെ തന്നെ കിവി എന്ന് പറയുന്ന പക്ഷി, പെൻഗ്വിൻ തുടങ്ങിയവയെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്, ഏവ്സ്, ക്ലാസ് ഏവ്സിന് എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് ക്ലാസ് ടെട്രാപോഡയിൽ വരുന്ന അവസാന ക്ലാസ് ആണ് ക്ലാസ് മമേലിയ. ക്ലാസ് മമേലിയ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് മാമൽസ് അല്ലെങ്കിൽ സസ്തനികളാണ്. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെല്ലാം വരുന്നത് ഏതിലാണ്, മാമൽസിലാണ്, ഇല്ലേ? അപ്പൊ ഇവർക്ക് ലാക്ടേഷൻ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മാമൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ബോഡി മൊത്തം കവർ ചെയ്തുകൊണ്ട് ഹെയർ, ബോഡി ഹെയർ അല്ലെങ്കിൽ ഫർ, രോമം ഉണ്ടായിരിക്കും. ഇവർക്കും ഇവരുടെ ടോസിലും ഫിംഗേഴ്സിലും എല്ലാം, അതായത് കാൽവിരലുകളിലും കൈവിരലുകളിലും എല്ലാം നെയിൽസ്, നഖങ്ങളുണ്ട്. റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ശ്വസനാവയവം, ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശങ്ങളാണ്. ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. ഹാർട്ടിന് 4 അറകളുണ്ട്. upper 2 chambers are called atria and lower 2 chambers are called ventricles. റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് പ്രത്യുൽപാദന രീതി എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് ലൈംഗിക പ്രത്യുൽപാദനം, ഗമേറ്റ് ഫോർമേഷൻ, ബീജകോശങ്ങളുടെ രൂപീകരണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ടെട്രാപോഡയിൽ വരുന്ന ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് മമേലിയ. ബോഡി മൊത്തം കവർ ചെയ്തുകൊണ്ട് ഹെയർ അല്ലെങ്കിൽ ഫറുണ്ട്, അതായത് രോമമുണ്ട്. ടോസിലും ഫിംഗേഴ്സിലും എല്ലാം എന്തുകൊണ്ട്, നെയിൽസ്, നഖങ്ങളുണ്ട്. ലാക്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് മിൽക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ലങ്സ് ആണ്. ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഗമേറ്റ് ഫോർമേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ക്ലാസ് മമേലിയയുടെ പ്രത്യേകത. ഇനി മാമൽസിനകത്തിൽ അല്ലെങ്കിൽ സസ്തനികളിൽ വരുന്ന ജീവികൾ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോഗ്, ക്യാറ്റ്, ഡോൾഫിന്, ബ്ലൂ വെയിലൊക്കെ ഇതിൽ വരുന്നുണ്ട്, മമേലിയയിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ സബ്ഫൈലം വെർട്ടിബ്രേറ്റയിൽ വരുന്ന ക്ലാസസിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫൈലം കോർഡേറ്റയുടെ സബ്ഫൈലമായ വെർട്ടിബ്രേറ്റയിൽ വരുന്ന സൂപ്പർ ക്ലാസസുമാണ് ഇല്ലേ? അതായത് നമ്മളെല്ലാം വരുന്നത് നോട്ടോകോഡ് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഉള്ളത് കൊണ്ട് ഫൈലം കോർഡേറ്റയിലാണ്. ഫൈലം കോർഡേറ്റയെ വീണ്ടും 3 സബ്ഫൈലമായിട്ട് തിരിക്കാം: യൂറോ കോർഡേറ്റ, സെഫാലോ കോർഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. അപ്പൊ അതിനകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സബ്ഫൈലം വെർട്ടിബ്രേറ്റയെ കുറിച്ചാണ്. വെർട്ടിബ്രേറ്റ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ജീവികൾക്കെല്ലാം ഒരു നല്ല വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലുണ്ട്. ഇനി സബ്ഫൈലം വെർട്ടിബ്രേറ്റയ്ക്ക് 2 സൂപ്പർ ക്ലാസസ് ആണുള്ളത്: പിസസ് ആൻഡ് ടെട്രാപോഡ. പിസസ് എന്ന് പറയുമ്പോൾ ഫിൻസ്, ചിറകുകളുള്ളവ. ടെട്രാപോഡ എന്ന് പറയുമ്പോൾ 4 കാലുള്ള ജീവികൾ. പിസസിന് 2 ക്ലാസസ്: കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. ഇതിൽ വരുന്നത് ഫിഷസ് ആണ്. അവരുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ടെട്രാപോഡയിൽ വരുന്നത് 4 ക്ലാസസ് ആണ്: ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മമേലിയ. അപ്പൊ അവരുടെയും പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.